back to Northern Lights, a life journey with Adhi. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞങ്ങൾ ഇതൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് വന്നപ്പം ആ സ്ഥലം നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരു വല്ലാത്ത ഇതായി. സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക. കുറച്ച് കൂടുതൽ കോൾഡ് ക്ലൈമറ്റിലേക്ക് വന്നുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നുപ്ലൈമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മൗണ്ട് താരനാക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പം ഇവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്നപ്പം നമ്മുടെ വീഡിയോനകത്ത് അത് ആഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ട് അത് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സീനിലേക്ക് പോവാം. അപ്പോൾ ആദർശയുടെ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കൂ. ഞെട്ടും. അതെ, ഒന്ന് ഞെട്ടും. ഇതെന്ത് മഞ്ഞുമലയാണ്? പറയൂ, എക്സ്പ്ലെയിൻ ചെയ്യൂ അതിഥി. എന്താണ് ഇതിന്റെ പേരറിയാവോ? പറ. മൗണ്ട് താരനാക്കി. ഈ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് താരനാക്കി. ഇതൊരു ആക്റ്റീവ് വോൾക്കാനയാണ്. ഇത് ലാസ്റ്റ് എന്തോ 500-1000 വർഷം മുമ്പെങ്ങാണ്ട് ആയിരുന്നു ബ്ലാസ്റ്റ് ആയിട്ടുള്ളത്. ഈ ഇതിന്റെ ടോപ്പിലൊക്കെ ആൾക്കാർ കയറാറുണ്ട്. ഇപ്പൊ അവിടെ വരെ മഞ്ഞ് മൂടിക്കിടക്കുക. അതിന്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് പറയുന്നത്. ഇത് കറക്റ്റ് മീൻസ് ഏരിയൽ വ്യൂവിൽ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. ഏതാ? അത് വീടൊന്നുമല്ല. അത് അപ്പൊ ഹായ്, ഞങ്ങൾ 3 പേര് ഒരു പ്യൂമയുടെ ഹുഡി മേടിച്ചിട്ടുണ്ട് അല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? നന്ദുവിന് ഞങ്ങൾ അടുത്ത ദിവസം മേടിക്കുന്നുണ്ട് അല്ലേ? എന്താണിത്? അകത്ത് ഞങ്ങൾ വേറെയാണ് വ്ളോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വേറൊരു ഫ്രണ്ടാണ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ടാറാനാക്കി മൗണ്ടൻ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡ്. ഭയങ്കര വിഷമമുണ്ട്. താഴെ വരും മഞ്ഞിൽ. അതെ, താഴെ ഞങ്ങൾക്ക് മഞ്ഞിനകത്ത് കുറച്ച് മഞ്ഞെടുത്ത് അല്ലേ എറിയണമെന്നൊക്കെ. കാരണം മഞ്ഞ് എറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ കുളു മണാലി വരെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് സാധിച്ചില്ല. അന്ന് അവിടെ മഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇവിടെ മഞ്ഞുണ്ട്. പക്ഷെ കയ്യെത്തും ദൂരെ അതിന്റെ അടുത്ത് വരെ എത്താൻ പറ്റുന്നില്ല. അതെ. പക്ഷെ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും പരീക്ഷ. ഹായ്, അപ്പോൾ നമ്മൾ 3 ഫാമിലിയാണ് ഇങ്ങോട്ട് വന്നത്. ആൽബിയുടെ ഫാമിലി, നമ്മളുടെ ശ്രുതിയുടെയും നായർബ്രോയുടെയൊക്കെ ഫാമിലി, പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ എത്തിയിട്ട് എല്ലാവരും വണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ അതൊരു സാഹസം കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ ബേസിൽ എത്ര ദൂരം നടക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. കുറച്ച് നടന്നപ്പോൾ തന്നെ അണയ്ക്കുന്നുണ്ട്. എക്സർസൈസൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ ബേസിൽ കുറേ നടക്കാനുണ്ടല്ലേ നന്ദു? മടിച്ച് അതിഥിയും കൂടെ അവിടെ വരുന്നുണ്ട്. വരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നടക്ക് വാ ഇങ്ങോട്ട്. നമുക്ക് വേണ്ടേ അവിടെ വരെ പോകണം. ആ മൗണ്ടൻ്റെ അവിടെ വരെ പോകണം. അവിടെ വാ. മുകളിലല്ല,
ഓ ഒരു ശകലം നടക്കാൻ വയ്യാത്ത രണ്ടെണ്ണം. അതെ അതെ അതെ. നടന്ന് ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും. കാരണം നമ്മൾ കുളു മണാലി പോയപ്പം നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഐസിലൊക്കെ ഒന്ന് തൊടണമെന്ന്. പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം ഈ മൗണ്ടൻ്റെ ലുള്ള ഐസ്, ഈ മഞ്ഞൊക്കെ കുറച്ച് താഴെ വരെ വരുന്നതാണ്. ഈ പ്രാവശ്യം അത്രയും വന്നിട്ടില്ല. അതെ ഇവിടെ കാട്ടിലേക്കൊക്കെ പോന്നു. ഇത് രണ്ടും കൂടെ. ഓക്കെ, നിങ്ങൾ ആ കാട്ടിലേക്കൊക്കെ, ഞങ്ങൾ ഈ കാട്ടിലേക്ക് പോവാം. ഇതില്ലേ എന്താണ് ഡിയർ? എന്താ എന്നും പറയാൻ പറ്റുന്നില്ലല്ലേ? തണുപ്പായതുകൊണ്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്കിവിടെ വന്നപ്പോൾ തന്നെ നല്ലതായിട്ട് തൊണ്ടടഞ്ഞു. പിന്നെ ആണോ? ഇതിങ്ങനെ കിലോമീറ്ററോളം നടന്ന് നമ്മൾ അതിൻ്റെ ബേസിൽ ചെല്ലും എന്ന് കരുതുന്നു. ഇനി എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. കിതയ്ക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഒക്കെ മഞ്ഞ് വീണ് കിടക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആണോ? നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം വരെ സാധാരണ മഞ്ഞ് വീഴുന്നതാണ്. പക്ഷേ എല്ലാ കാലത്തും ഇപ്രാവശ്യം മഞ്ഞൊക്കെ കുറവാണ്. ആ മഞ്ഞിൻ്റെ അടുത്ത്. പക്ഷെ ഇന്നത്തെ വ്യൂ അടിപൊളിയായിരുന്നു. കാരണം മറ്റേ കുറച്ച് സൺലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അന്ന് ആൽബിയുടെ വന്ന സമയത്ത് ഈ മല മൊത്തം മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വല്ല കാട്ടിലോട്ട് കയറി പോകുന്നുണ്ട്. അതൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. ഇതൊരു ആക്റ്റീവ് വോൾക്കാനേ. പക്ഷേ ഈ അടുത്ത 500 വർഷം മുമ്പെങ്ങാണ്ടാണ് ലാസ്റ്റ് എക്സ്പ്ലോഷൻ നടന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു ടൈമിൽ എക്സ്പ്ലോഷൻ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ നിന്നും 50 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകും എന്നൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം പറഞ്ഞത്. അവർ പറയാം അതിൽ നിന്ന് കിട്ടിയ കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കുന്നതല്ല. എന്ത് കിട്ടിയില്ല നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യും. പിന്നെ ന്യൂസിലൻഡിൽ നമ്മൾ ഇത്രയും, അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാട്ടിൽ കൂടെ ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാകത്തില്ലേ, പാമ്പൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ ന്യൂസിലൻഡ് പാമ്പ് രഹിതമാണ്. ഇവിടെ പാമ്പില്ല. സ്നേക്സ് ഇല്ലാത്ത കൺട്രി ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ഒരു പേടിയില്ലാതെ നമുക്ക് നടക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും താഴെ അതാ നമ്മളുടെ കാറൊക്കെ കിടക്കുന്ന അവിടുന്ന് നമ്മൾ ഇത്രയും വരെ നടന്നു വന്നിട്ടുണ്ട്. ഇനിയും ഇതേ കുറേ ഉണ്ട് നടക്കാൻ. കുറേന്ന് വെച്ചാൽ ഇത്രയും കുറേ കിലോമീറ്ററുകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എവിടെ വരെ കയറാൻ പറ്റുമെന്ന്. ഇതേ നോക്കി അവിടെ വരെ. അവിടുന്ന് നമ്മൾ വന്നത്. നമ്മുടെ കാറ് ദോ കിടക്കുന്നു. ആൽബിയുടെ കാറിന് ഇപ്പുറത്ത് ആ വാൻ കൊണ്ട് പാർക്ക് ചെയ്തേക്കാൻ തോന്നുന്നു. നമ്മളിങ്ങനെ എന്നാ പറ്റി ക്ഷീണിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് നോക്കുമായിരുന്നു. അയ്യോ, അതിന് പോകണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ താഴേക്ക് വീണ്ടും നടക്കണമെന്ന് തോന്നുന്നു. അയ്യാ എടി പിള്ളേരെന്തി? അവരങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ദൈവമേ, നിങ്ങളെയൊന്നും കാണുന്നില്ലല്ലോ. വന്നേ ഓടി പോയോ? 2 കുട്ടികൾ മേളിലോട്ട് കയറി പോയിട്ടുണ്ട്, കാണുന്നില്ല. അയ്യാ എന്ത് ചെയ്യാന്ന് നിങ്ങളെല്ലാം അവിടെ? ഓ മൈ ഗാഡ്, അവർ രണ്ടുപേരുടെ മലയാളം മണ്ട കയറിയെന്ന് എനിക്ക് തോന്നുന്നത്. താണ്ടിരിക്കുന്നു. എന്തൊക്കെ വരും നിങ്ങൾ രണ്ടുപേരും ഇവിടെ? എന്തോ നിക്കവിടെ പോവല്ലേ? ഞങ്ങളെ പറ്റിക്കാൻ നിന്നോ? അയ്യോ വയ്യ, നമുക്ക് തിരിച്ചു പോയാലോ? നമുക്ക് തിരിച്ചു പോയാലോ? നമ്മളെ കൊണ്ട് ഇന്നങ്ങ് ഇത് നടന്ന് തീരുമെന്ന് തോന്നുന്നില്ല. എന്നാ സൂപ്പർ വ്യൂ എവിടെ നോക്കി. മതി മക്കളെ, വാ തിരിച്ചു പോടാ.
അവർക്ക് രണ്ടുപേർക്കും നടക്കണമെന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ക്യാമറയിൽ അത്ര വ്യക്തമല്ലെങ്കിലും നമുക്ക് ഏതോ നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് കാണുന്നത് പോലെയുണ്ട്. രണ്ട് മൂന്ന് കാടന്മാരെവിടെ നിന്ന് കൂന്നേ. അങ്ങനെ നമ്മള് നടന്ന് എത്ര കിലോമീറ്റർ വന്ന്. ഇവിടുന്ന് സിപ്പ് ലൈൻ ഉണ്ട് അല്ലേ അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ഇവിടെ അല്ലാതെ പോകാനായിട്ടൊരു ടണലുണ്ട്. ഈ ടണല് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടണല് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകാൻ പറ്റും. ഹേ ഗായ്സ്, നമ്മൾ പറയുന്നതൊക്കെ എക്കോട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ അവിടെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് മേളിൽ നിന്ന് ഒഴുകി വരാനുള്ള ഒരു പാത്തൊക്കെ ഉണ്ട്. ഈ ടണലിനകത്തൂടെ നമുക്ക് നടന്ന് എക്കോ കേൾക്കുന്നുണ്ട്. ഇവിടെ അവിടെ നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഇതിലും ഭംഗിയായിരിക്കും എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. അതുല്യയും അതിഥി നന്ദുമൊക്കെ മുമ്പിൽ നടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? ഞാൻ ലേറ്റായിപ്പോയി. കുറച്ച് ഡേഞ്ചറാണ്, നമ്മൾ സൂക്ഷിക്കണം. സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട് അവിടേക്ക്. നമുക്ക് യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. തിരിച്ചോ? ആണോ? ഓക്കെ. ഇത് അവിടെ നിന്ന് ആൾക്കാരൊക്കെ അതുവഴി പോകുന്നുണ്ട്. ഇങ്ങനെ ഈ മൗണ്ടനെ ചുറ്റിയിട്ട് അങ്ങനെ കറങ്ങി അവിടെയൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയ ഇല്ലേ അവിടെ ഒരു നെറ്റ്വർക്ക്. നമ്മൾ ഈ ടണലിൽ കൂടെ കയറി നമ്മൾ കുറച്ച് മുമ്പ് വന്ന് നിന്ന സ്ഥലം അവിടെ നിന്നിട്ട് ഈ സൈഡിൽ കൂടെ ഉള്ള വഴിയുണ്ട്. ആ വഴി കൂടെ എല്ലാം പോയി ക്യാമറയിൽ കാണുമ്പോൾ ആൾക്കാരൊക്കെ അതുവഴി നടന്നു പോകുന്നുണ്ട്. അതുവഴി നടന്ന് ഇങ്ങനെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു പാത്രമുണ്ട്, ലേക്ക് പോലെ. അത് ക്രോസ് ചെയ്ത് അടുത്ത മൗണ്ടനിൽ കയറി അവിടുന്ന് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബേസിലുള്ള ഒരു സ്റ്റേഷനുണ്ട്, അവിടെ എത്തും. പിന്നെ അവിടെ നിന്നാണ് മേളിലേക്ക് ആ മഞ്ഞുള്ള ഭാഗത്തേക്കൊക്കെ കയറുന്നത്. പിന്നെ അവിടെ നിന്നുള്ള ഗുഡ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിപ്പ് ലൈൻ, അങ്ങനെ ഒരു സംഭവം, ഒരു ബോക്സ് പോലൊക്കെ വെച്ചിട്ട് സംഭവം ഉണ്ട് ഇവിടെ. ഇതേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുവഴി ഇങ്ങനെ നടന്ന്.